എൻ്റെ ഹോസ്പിറ്റൽ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ഇന്നലെ മുതൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. മീൻസ് ഞാൻ മരുന്നൊക്കെ തന്നു തുടങ്ങി. ഇന്നലെ മുതൽ നമ്മളെ ബെഡിൽ ഇങ്ങനെ കിടത്തും. ഒരു പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഉണ്ട്, കാണിച്ചു തരാൻ വേണ്ട. അതുപോലെ ഒരു ഷീറ്റ് അത് ഈ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. ആയുർവേദ ഹോസ്പിറ്റലിൽ കിടത്താനെന്ന് പറഞ്ഞാൽ ഒരു മീറ്ററിന് ഉപയോഗിച്ചിട്ട് അത് എനിക്ക് 2.5 മീറ്റർ വാങ്ങി 125 അങ്ങനെ എങ്ങാണ്ട് എനിക്കായിട്ടുള്ളൂ. അത് വാങ്ങിക്കൊണ്ട് വന്ന് കൊടുത്തു. പിന്നെ അവർക്ക് ഡെയിലി മരുന്ന് വാങ്ങി തരും, ഡെയിലി മരുന്ന് എഴുതി തരും. എനിക്ക് പേ വാർഡാണ് കിട്ടിയത്. ജനറൽ വാർഡിൽ എനിക്ക് സീറ്റില്ലായിരുന്നു. സീറ്റില്ലാന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നതല്ലേ, സീറ്റില്ലാത്തതുകൊണ്ട് ജനറൽ വാർഡ് ഒരാൾ എന്നോട് ചോദിച്ചു ജനറൽ വാർഡ് കിട്ടില്ലെന്ന്. ഞാൻ വലിയൊരു പരിയാരം ഹോസ്പിറ്റലല്ല പോയത്, ഞാനൊരു ചെറിയൊരു ആയുർവേദ ഹോസ്പിറ്റൽ, ചെറുതും നല്ല ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് ഞാൻ വന്നപ്പോൾ എനിക്ക് പേ വാർഡാണ് റെഫർ ചെയ്തത് തന്നത്. ഞാൻ എന്നിട്ട് തന്നതിനനുസരിച്ച് അവർ എനിക്ക് മരുന്നൊക്കെ തന്നു തുടങ്ങി. ഇന്ന് കിഴി വെച്ചു. ഇന്ന് ആദ്യം എനിക്ക് ആ മരുന്ന് പുരട്ടി നമ്മളെ കിടത്തും, 1 മണിക്കൂർ അങ്ങനെ കിടത്തും, കിടന്നോളാൻ പറയും. അത് കഴിഞ്ഞ് കിഴി നമ്മൾ വാങ്ങി കൊടുക്കണം. ഇന്ന് 640 രൂപ കിഴി വാങ്ങിച്ചു കൊടുത്തിട്ട്. കിഴി കിട്ടാനുള്ള മരുന്ന്, ആ കിഴിയാണ് അതിലിരിക്കുന്ന 2 കിഴി കാണിച്ചാൽ. ഇത് കണ്ടോ കിഴി, ഇതാണ് കിഴി. ഈ തുണിയും ഈ ചരടും ഇതിനകത്താണ് മരുന്നിരിക്കുന്നത്. ഇത് 2 കിഴി, അതുപോലെ 2 ഉണ്ട്. ഇത് അതിനകത്തിരിക്കുന്ന സാധനം കൂടിയിട്ടാൽ 2 സാധനം, ആ സാധനം ഉത്തരത്തിന് 640 രൂപയായി. മരുന്നത്തെ മരുന്നിന് 185 രൂപ, 165 രൂപ അങ്ങനെ ഉണ്ടായി. ഡെയിലി എക്സ്പെൻസാണ് പറയുന്നത്. അപ്പം ഒരാളെന്നോട് യൂട്യൂബിൽ ചോദിച്ചു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടെ ലിക്വിഡ് എന്നൊക്കെ ചോദിച്ചു. കിട്ടാത്തതിന് എൻ്റെ കുഴപ്പമില്ല. പിന്നെ എന്നോട് പോയിട്ട് 1 മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ട് വേദന പിന്നീട് 1 മാസം പിടിക്കും ജനറൽ വാർഡ് കിട്ടാനൊക്കെ ആയിട്ടെന്ന് പറഞ്ഞു. നമുക്ക് ജനറൽ വാർഡിൽ ചെന്ന് കിടക്കാനൊന്നും ആവില്ല. കാരണം നമ്മളെ ഇവിടെ ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് അറിയാമല്ലോ, നമ്മുടെ ദേഹത്താണ് അവർ മരുന്ന് കഴിക്കുന്നത്. ഡ്രസ്സ് പിന്നെ ന്യൂഡ് ആണോയെന്ന് ചോദിച്ചാൽ ന്യൂഡ് തന്നെയാണ്. നമ്മുടെ ബാക്ക് വശമൊക്കെ ന്യൂഡായിരിക്കും, ഫ്രണ്ട് വശമല്ല. ബാക്ക് വശം ഫുള്ളി ന്യൂഡായിട്ടാണ് നമ്മളെ കിടക്കുന്നത്. എന്നിട്ടാണ് ഈ മരുന്ന് ഇത് തേക്കുന്നത്. കിഴി പിടിക്കുമ്പം ന്യൂഡല്ലെങ്കിലും നമ്മൾ 2 പീസ് ഇടാം. അപ്പോൾ അവിടെ ചെന്നിട്ട് അവർ നമ്മളെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവർ കിഴി നമ്മുടെ ദേഹത്ത് ഇങ്ങനെ വെക്കണം. പെണ്ണിന് പെണ്ണ് തന്നെയാണ് ചെയ്യുന്നത്, ആണിനാണ്. അപ്പം എനിക്ക് അപ്പം ചോദിക്കാൻ എന്തുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിക്കൂടാ എന്ന് ചോദിച്ചിരിക്കുന്നവരുണ്ടാവും. ഞാൻ പോകാത്തത്, ഞാൻ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് പരിയാരം ഹോസ്പിറ്റലിലാണ്, ഗവൺമെൻറ് ആശുപത്രി. അപ്പോൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നാലേ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ മെമ്മറി ലോസിൻ്റെ മെഡിസിൻ എടുക്കുന്നതാണ്. ഇവിടെ നടന്നാൽ എന്തെങ്കിലും പറ്റില്ല, ആയുർവേദമല്ലേ, എനിക്ക് അലോപ്പതി വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അതേ സൈഡ് എഫക്റ്റ് ആകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് തന്നെ വന്നത്. അതിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവർക്ക് നേരെ എന്നെ അങ്ങോട്ടേക്ക് റെഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ കുഴപ്പമില്ല, മനസ്സിലായോ? പിന്നെ അതിൻ്റെ പിന്നിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ വന്നത്. പിന്നെ ഇത് തന്നെ പ്രൈവറ്റിലും ഉണ്ട്. മീൻസ് 500 രൂപ, ഇതെനിക്ക് 300 രൂപ റൂം. അത് ഡെയിലി മരുന്ന് എക്സ്ട്രാ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ 500 ഡെയിലി വെച്ചിട്ട് തന്നെ വരുന്നുണ്ട്. എനിക്ക് 500 രൂപ വെച്ചിട്ട് കണ്ണൂർ എനിക്ക് ഫുഡ് അടക്കം എല്ലാം അടക്കം ഇത് ഫുഡ് എനിക്ക് വീട്ടിൽ കൊണ്ട് തരുന്നത്. അപ്പോൾ എനിക്കിത് നോക്കുമ്പോൾ നഷ്ടമാണ്, എന്നാലും കുഴപ്പമില്ല. 500 രൂപ വെച്ചിട്ടുണ്ട്. അവിടെയും പെൺ ഡോക്ടർ തന്നെയാണ്, ഒക്കെ തരുമായിരുന്നു. ആരും വേണമെന്നില്ല, ഒരു റൂമായിട്ട് തരും. ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എനിക്കെൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് ഇവർക്കാകുമ്പോൾ റെക്കോർഡിക്കലി